സർ ഇത് ശരിയാണോ? ഇങ്ങനെ വാച്ചാൻ വാർഡിൽ ഇറക്കാമോ? കയറൂരി വിടാമോ? നിയമസഭയിൽ ഒത്തിരി വർഷം റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറയുക. 2014 ഡിസംബർ 2 എൻ ശക്തൻ എന്ന ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം സഭയിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ശിവൻകുട്ടി മന്ത്രി, മുമ്പ് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, ഇവരുടെ നേതൃത്വത്തിൽ 5 പേര് സ്പീക്കറുടെ ഡയസിലേക്ക് കയറി വന്നു. അന്നേരവും വാച്ചാൻ വാർഡിനെ വിളിച്ചില്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അതല്ല സർ. സ്പീക്കറാണ് സഭയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആള്. ഒരു ദിവസത്തെ സമ്മേളനം വെട്ടിക്കുറച്ച് സഭ പിരിഞ്ഞു. അവിടെ ഈ പ്രശ്നത്തെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്യാൻ പോലും ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുപോവാ, നമുക്ക് ഒരു ദിവസം 2 മണിക്കൂർ ചർച്ച ചെയ്ത് ആ കച്ചവടം അവിടെ അവസാനിപ്പിക്കാം, ആ അധ്യായം അവിടെ തീർക്കാം എന്നായിരുന്നു ഇവിടെ നിലപാട്. പക്ഷെ പ്രതിപക്ഷം നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത് മന്ത്രിക്കും ദേവസ്വം ബോർഡിനും എതിരായിട്ട്. എന്താണ് സംഭവിച്ചത്? പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങിയപ്പോ വാച്ചാൻ വാർഡിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത്. പതിവില്ലാത്തതുപോലെ വനിതാ വാച്ചാൻ വാർഡിനെ മുമ്പിൽ നിർത്തുക. സർ, ഇത് എവിടുത്തെ പതിവാണ് സർ? നേരത്തെ ആകെ 2 വനിതാ വാച്ചാൻ വാർഡേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 8-10 പേരുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവര് എന്തിനു വേണ്ടിയാണ് നടുത്തളത്തിലേക്ക് ഇറക്കിയത്? പ്രതിപക്ഷത്തെ 2 വനിതാ MLA വരാനുള്ളത്. ഒന്ന് ഉമാ തോമസ്. ഉമാ തോമസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി തന്നെ, നമ്മുടെ MP രാജേഷ് ആണെന്ന് തോന്നുന്നു, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുക. പിന്നെ KK രമയ, അവരാരും അങ്ങനെ നടുത്തളത്തിൽ ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ തന്നെ മാറി നിൽക്കും. അവരെ പ്രതിരോധിക്കാനാണോ ഈ വനിതാ വാച്ചാൻ വാർഡിനെ രംഗത്തിറക്കിയത്? അതിന് പിന്നെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ലേ? സർ ഇത് ശരിയാണോ? ഇങ്ങനെ വാച്ചാൻ വാർഡിനെ ഇറക്കാമോ? കയറൂരി വിടാമോ? നിയമസഭയിൽ ഒത്തിരി വർഷം റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്ന് പറയുക. LDF ആണെങ്കിലും UDF ആണെങ്കിലും നിയന്ത്രിക്കാനാവാത്ത അവസരത്തിൽ മാത്രമേ വാച്ചാൻ വാർഡിനെ താഴേക്ക് ഇറക്കാറുള്ളൂ. അവരല്ലെങ്കിൽ അവിടെ സന്നദ്ധരായിട്ട് നിൽക്കത്തേ ഉള്ളൂ. G. കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന കാലത്ത് ഒരു സന്ദർഭത്തിലും വാച്ചാൻ വാർഡ് നടുത്തളത്തിൽ ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അത് മുതലെടുത്തുകൊണ്ട് 2014 ഡിസംബർ 2 എൻ ശക്തൻ എന്ന ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം സഭയിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ശിവൻകുട്ടി മന്ത്രി, മുമ്പ് സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, ഇവരുടെ നേതൃത്വത്തിൽ 5 പേര് സ്പീക്കറുടെ ഡയസിലേക്ക് കയറി വന്നു. അന്നേരവും വാച്ചാൻ വാർഡിനെ വിളിച്ചില്ല. ചീഫ് മാർഷൽ മാത്രം പതിവ് പോലെ സ്പീക്കറുടെ അടുത്തുണ്ടായിരുന്നു. അവർ ചീഫ് മാർഷലിനെ തള്ളി മാറ്റി. എന്നിട്ട് ശിവൻകുട്ടി മന്ത്രി സ്പീക്കറുടെ മൈക്ക് കടന്നെടുത്തിട്ട്, ബാർക്കോഴ വിഷയമായിട്ടായിരുന്നു അന്നത്തെ ഈ സംഘർഷം, സ്പീക്കറുടെ മൈക്ക് തട്ടിയെടുത്തിട്ട് മാണി രാജിവെക്കണമെന്ന് സ്പീക്കറുടെ മൈക്കിലൂടെ മുദ്രാവാക്യം വിളിച്ചു. എന്നിട്ടും ശക്തൻ വാച്ചാൻ വാർഡിനെ വിളിച്ചില്ല. സാധാരണഗതിയിൽ വാച്ചാൻ വാർഡിന്റെ ആവശ്യം വരുമ്പോൾ ആ സ്വിച്ച് അമർത്തുകയാണ് പതിവ്. അത് ചീഫ് മാർഷലിന്റെ മുറിയിൽ തൊട്ടുപുറകിലൊരു മുറിയുണ്ട്, അവിടെ കേൾക്കും. അപ്പോഴാണ് വാച്ചാൻ വാർഡ് പുറത്തേക്ക് വരിക. ഇപ്പോഴങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടോ, അത് ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നലെ പ്രതിപക്ഷം നടുത്തളത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ തന്നെ സ്പീക്കറുടെ പിന്നിലെ വാതിൽ തുറന്ന് വാച്ചാൻ വാർഡ് ചാടി വീഴുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അവിടെ അന്നേരത്തെ ഭാവം കണ്ടാൽ അതിർത്തി കടന്നു വരുന്ന ഏതോ ശത്രു സൈന്യത്തിനെതിരെ പോരാടാൻ തുടക്കത്തിൽ പോവുകയാണെന്നാണ് തോന്നിയത്. അതുപോലെ തന്നെ സർ, എങ്ങനെയാണ് ഈ ചീഫ് മാർഷൽ നടുത്തളത്തിൽ വരുന്നത്? സ്പീക്കർ സാബ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം ഇതിന്റെ എല്ലാം അധിപനാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ നടുത്തളത്തിൽ ഇറങ്ങാവുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി അതല്ല സർ. സ്പീക്കറാണ് സഭയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആള്. അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സമീപത്തു നിന്ന് അദ്ദേഹം മാറാൻ പാടില്ല. അതാണ് ചീഫ് മാർഷൽ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചീഫ് മാർഷലിന്റെ ഉത്തരവാദിത്വം. അങ്ങനെയാണ് നടന്നത്. എന്തുകൊണ്ട് അദ്ദേഹം താഴേക്ക് ഇറങ്ങി? KM മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷം നടത്തിയ ആ കാളികുളിത്തരം ഓർമ്മയുണ്ടല്ലോ. അന്ന് സ്പീക്കറുടെ കസേര കൊണ്ടവിടെ ഇടുമ്പോൾ അത് വലിച്ചു മാറ്റാൻ അന്ന് പ്രതിപക്ഷം ശ്രമിച്ചു. കണ്ട കാര്യം ഓർമ്മയിൽ നിന്ന് കൃത്യമായിട്ട് പറയുക. ആ കസേര പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ ചീഫ് മാർഷൽ അൻവിൻ ആന്റണി, ഇന്ത്യക്ക് വേണ്ടി ദേശീയ ബാസ്കറ്റ്ബോൾ ടീമിൽ കളിച്ചിട്ടുള്ള ആളായിരുന്നു. അൻവിൻ ആന്റണിയുടെ കഴുത്തിന് പിടിച്ച് പ്രതിപക്ഷ അംഗങ്ങള് തള്ളി ഉയർത്തി. എന്നിട്ട് പോലും അദ്ദേഹം കസേര വിടാതെ നിന്നു. കാരണം ആ കസേരയുടെയും ആ കസേരയിൽ ഇരിക്കുന്ന ആളിന്റെയും സംരക്ഷകരാണ് ആര്? ചീഫ് മാർഷൽ. അല്ലാതെ പ്രതിപക്ഷം ഡയസിലേക്ക് കയറുന്ന തടയാൻ അവരുടെ ഇടയിൽ പോയി നിൽക്കേണ്ട ആളല്ല. മനസ്സിലായില്ലേ? ഇതിന്റെ പേരിൽ 3 കോൺഗ്രസ് MLA സസ്പെൻഡ് ചെയ്തു, സഭ തീരുകയും ചെയ്തു. സർ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭയിലെ ഈ വിഷയം വന്നപ്പോൾ ഭരണപക്ഷം അങ്ങേയറ്റത്തെ പരിഹാസത്തോടെയല്ലേ അതിനെ നേരിട്ടത്. ഭരണപക്ഷിക്ക് വലിയ അംഗബലമുണ്ട്, 99 അംഗങ്ങളുണ്ട്, അവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷെ ന്യൂനപക്ഷമായ പ്രതിപക്ഷം ശബരിമലയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ പരിഹസിക്കുകയായിരുന്നു. ഈ കാര്യത്തിൽ നമ്മുടെ PP ചിത്തരഞ്ജന, ആലപ്പുഴ അംഗം, അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗം, അതായത് ശബരിമല
പ്രശ്നം ഉന്നയിച്ച പ്രതിപക്ഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഉപമ, അതോ ഉൽപ്രേക്ഷയാണോ, അത് അങ്ങോട്ട് കാച്ചി. അത് എൻ്റെ ഒറിജിനൽ ഇവിടെ പറയാൻ എനിക്ക് നാണമുണ്ട്. കാരണം ഇത് ധാരാളം പേര് കാണുന്നതാ. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അല്പം മാറ്റി പറയാം. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന്, 2 കൈയും ഇല്ലാത്ത ഒരാളിന്, അതായത് ഒരു ഭിന്നശേഷിക്കാരന്, നമ്മളിപ്പോൾ വികലാംഗൻ എന്ന് പോലും പറയാൻ പാടില്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റാ. അതുകൊണ്ടാണ് 2 കൈകളും ഇല്ലാത്ത ഒരാളിൻ്റെ പിൻഭാഗത്ത്, അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്കേ 4 പേര് കൂടി നിൽക്കുന്നിടത്ത് പറയാൻ പറ്റാത്തതാണ് ചിത്തരഞ്ജൻ സാറ് സഖാവ് നിയമസഭയിൽ എഴുന്നള്ളിച്ചത്. ആ 2 കൈയുമില്ലാത്ത ആളിന്റെ ആ പിൻഭാഗത്ത് ഉറുമ്പ് കയറി കടിച്ചാൽ എന്താണോ അവസ്ഥ, അതാണ് പ്രതിപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്നതെന്ന്. സർ, ഉപമയും ഉൽപ്രേക്ഷയൊക്കെ നല്ലതാ. അതൊക്കെ വെച്ച് പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുക, അതൊക്കെ സഭയിൽ നടക്കുന്നതാ. അതൊന്നും വലിയ കുറ്റമല്ല. പക്ഷെ നിങ്ങൾ എന്തിനാണ് സാർ അതിന് പാവം ഭിന്നശേഷിക്കാരന്റെ സഹായം തേടിയത്? അല്ലെങ്കിൽ അയാളെ പറ്റി എന്തിനാണ് സാർ പറയുന്നത്? അവരെ എന്തിനാണ് ബഹുമാനിക്കുന്നത്? ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ, ഇതാണോ നിങ്ങളുടെയൊക്കെ മര്യാദ? ഇതാണോ സഭയിൽ പ്രസംഗിക്കുന്നതിന്റെ രീതി? അപ്പൊ അതിന് ആസ്വാദനമായിട്ട് മുഴുവൻ ഭരണകക്ഷികളും, എന്നിട്ട് തന്റെ ആ പ്രയോഗത്തിലെ ആ ഒരു സ്വാരസ്യം ഓർത്ത് സ്വയം ചിരിക്കുന്ന ചിത്തരഞ്ജനെയും നമുക്ക് കാണാമായിരുന്നു. മനോഹരമായ കാവ്യഭാവന, ഉന്നതമായ ചിന്ത, അലങ്കാര പ്രയോഗത്തിലെ പ്രാവീണ്യം, അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായിരുന്നു നമ്മുടെ ചിത്തരഞ്ജൻ സഖാവിന്റെ ആ ഒരു പ്രയോഗം. പക്ഷേ ഈ പ്രയോഗങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ നിർബന്ധം എങ്ങനെയെങ്കിലും ബാനറുകൾ പിടിച്ചു വാങ്ങിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പ്രസംഗിക്കും. ചിത്തരഞ്ജനെ പോലെയുള്ളവരാകട്ടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പാദങ്ങളാണ് പിന്തുടരുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിയമസഭയിലെ ഉയരം കുറഞ്ഞ ഒരാളെ ഞാൻ പരിഹസിച്ചത്. ഉയരം കുറഞ്ഞൊരു കുറ്റമാണോ സർ? ആ അംഗം 8.25 അട്ടിവെച്ച പോലാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പിന്നെ ചിത്തരഞ്ജന് ആയിക്കൂടെ? കൃത്യമായി പറഞ്ഞാല് അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജന് സീറ്റ് കൊടുക്കരുത്. അത് ചിത്തരഞ്ജന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല, നമ്മൾ അദ്ദേഹത്തെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ അല്ലെങ്കിൽ മലയാളം സർവകലാശാലയുടെയോ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരണം. ആ വഴിക്ക് ഭാഷ കൂടുതൽ സമ്പുഷ്ടമാവട്ടെ.